ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇതിനകത്ത് HSAയുടെ വീഡിയോസാണ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത്തെ പാർട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ചാണ് ഓരോ പോർഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകണേ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിടുന്ന പോർഷൻസും അതുപോലെ സിലബസും വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഇന്ന് നമ്മളിടുന്ന മൂന്നാമത്തെ വീഡിയോയിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിലെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ തരുന്നത്. അപ്പം എല്ലാ ഓർഗനൈസേഷൻ, അതായത് നമ്മളിപ്പം ഒരു ഓർഗാനിസം നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് ഇഷ്ടംപോലെ ഓർഗാനിസത്തെ കാണാം. ഇത് യൂണിസെല്ലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാവും, മൾട്ടി സെല്ലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാവും. മെയിനായിട്ട് സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ യൂണിസെല്ലുലാർ അതുപോലെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അപ്പം നമുക്ക് എന്തിനാ ഇങ്ങനെ ഓരോ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ വയ്ക്കുന്നത്. അപ്പം ഓരോ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷനുണ്ട് ഓർഗാനിസത്തിനകത്ത്. അപ്പം ഇങ്ങനെ ഓരോ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനും ഓരോ ലെവൽ ഓഫ് ഓർഗനൈസേഷനും അതിൻ്റെ ഓരോ ഫങ്ഷൻസും അതേപോലെ തന്നെ ഓരോ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് അത് ഹയർ ലെവലിനെ അഫക്റ്റ് ചെയ്യണതെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറയും. അപ്പം ആദ്യം ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്ന സെല്ല് കൊണ്ടാണ് നമുക്കറിയാം. ഇതൊക്കെ ഒരു ലിവിങ് തിങ്ങിൻ്റെ ക്യാരക്ടറാണ്. ഒരു ജീവനുള്ള വസ്തു കാണിക്കുന്ന ക്യാരക്ടറാണ് അവരെ ബോഡി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലും കൊണ്ടാണ്. ഇപ്പം നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലിവിങ് ആയിട്ടുള്ള സെല്ലും കൊണ്ടാണ് അവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ലിവിങ് സെല്ല് കൊണ്ടല്ല, പക്ഷെ ഒരു ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെല്ല് കൊണ്ടായിരിക്കും. അതേപോലെ തന്നെ മാറ്റങ്ങൾ വന്നാൽ റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാവും. ഇല്ലേ, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു മുള്ളു കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും. നമുക്ക് റിഫ്ലക്സ് ആക്ഷനുണ്ട്. നമുക്ക് ആ ഒരു ചേഞ്ചിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി നമുക്കുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ എനർജി യൂസ് ചെയ്യാം. നമ്മൾ ഫുഡ് കഴിക്കുന്നു, നമുക്ക് എനർജി നമ്മൾ കിട്ടുന്നു. ആ എനർജി നമ്മൾ നമ്മൾ പല ആക്ടിവിറ്റീസ്ക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അതുപോലെ നമുക്ക് വേറൊരു കഴിവുണ്ട്, നമുക്ക് ഗ്രോ ചെയ്യാനും അതേപോലെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുകളുണ്ട്. റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്കൊരു പുതിയ ജനറേഷനെ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവും ലിവിങ് ഓർഗാനിസത്തിന് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ കഴിവാണ്. അപ്പോൾ ഒരു ലൈഫിനെ പറയണേ ഓർഗനൈസ് ചെയ്തിട്ട് പല ലെവൽസായിട്ട് തിരിച്ചേക്കുക. അവരുടെ സൈസിൻ്റെ ബേസിൽ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഓർഗാനിസം തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ചില ഓർഗാനിസത്തിന് സെല്ലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. കാരണം അവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു സെല്ല് വെച്ച് മാത്രമായിരിക്കും. ഇനി ചില ഓർഗാനിസത്തിലേക്ക് വരുമ്പോഴോ ഒറ്റ സെല്ലല്ല, മൾട്ടി സെല്ല് കൊണ്ടായിരിക്കും അവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ചില ഓർഗാനിസത്തിലേക്ക് വരുമ്പോഴോ അത് സെല്ലുലാർ ലെവലും മൾട്ടി സെല്ലുലാറും കടന്ന് ഒരു ഓർഗനായി മാറി. പിന്നെ ഓർഗൻ സിസ്റ്റം ഓഫ് ലെവലുണ്ട്, അതേപോലെ ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, ഓർഗാനിസം, ഇങ്ങനെ ഒരു സ്മോളിൽ നിന്ന് ഹയർ കാറ്റഗറിയിലേക്കാണ് ഓർഗാനിസം പോണത്. അപ്പം നമ്മളിപ്പോൾ പൊരിഫറ കാറ്റഗറി ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഓരോ കാറ്റഗറിനെ പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ പൊരിഫറ, അതേപോലെ പല കാറ്റഗറി ഉണ്ട്. പൊരിഫറ തൊട്ട് ഹെമിക്കോഡേറ്റ, കോഡേറ്റ, വെർട്ടിബ്രൊക്കെ പഠിക്കും. ഓരോ ലെവലിൽ ഓർഗനൈസേഷൻ വരുമ്പോൾ അവരെ നമ്മൾ തിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ സ്പോഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ സെല്ലുലാർ ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് വന്നു കഴിഞ്ഞാൽ പ്ലാറ്റിഹെൽമിൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരൊരു ഓർഗൻ സിസ്റ്റം ലെവൽ ആ ഒരു ഇതിലേക്കും ഓർഗൻ ലെവലിലേക്ക് മാറും. അതുപോലെ ആനിലിഡ് നമ്മൾ ആസിൽമിൻസ് ഒക്കെ തൊട്ടിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഓർഗൻ സിസ്റ്റത്തിലേക്ക് മാറും. അങ്ങനെ ഒരു സ്മോളിൽ നിന്ന് ഹയറിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില ഓർഗാനിസംസ് നമ്മൾ പറയണേ യൂണിസെല്ലാറാണ്. കാരണം ഒരു ബോഡി എന്തുകൊണ്ടാണ് ഒറ്റ സെല്ല് വെച്ച് മാത്രം ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ബാക്ടീരിയ, ഈസ്റ്റൊക്കെ അതിന് എക്സാമ്പിളാണ്. ചില ഓർഗാനിസം നോക്കുകയാണെങ്കിൽ അവരുടെ ബോഡിയിൽ ഒത്തിരി സെൽസ് വെച്ചിട്ടായിരിക്കും അവരുടെ ബോഡി മേഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മൾട്ടി എന്ന് പറയുമ്പോൾ മെനി എന്നുള്ള അർത്ഥം. അപ്പോൾ ഒത്തിരി സെല്ല് വെച്ചുണ്ടാക്കിയിരിക്കണേ. അതിന് എക്സാമ്പിൾ ഹ്യൂമൻസും അതേപോലെ ട്രീസും എല്ലാം നമ്മൾ കാണുന്ന മിക്കതും എല്ലാം മൾട്ടി സെല്ലാറായിരിക്കും. അപ്പോൾ മൾട്ടി സെല്ലർ ഓർഗാനിസം വന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നെയും കുറേ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട് അവരുടെ ഇതനുസരിച്ച്. അത് നമ്മൾ പറയണത് അവർ പിന്നെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവർ, ഓർഗൻ ലെവല്, പിന്നെ അത് ഓർഗൻ സിസ്റ്റം ലെവല്, ഓർഗാനിസം, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു അനിമൽസ് പലതായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടല്ലോ. സിമ്പിൾ ടു കോംപ്ലക്സ് വരെ പല ലെവലും കാണിക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? കുറേ സെല്ല് കൂടി ചേർന്ന് ഒരു ടിഷ്യൂ ഉണ്ടായി. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. കണക്റ്റീവും എപ്പിത്തീലിയലും ഇഷ്ടം പോലെ. ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മുടെ ബോഡിയിൽ കുറേ സെൽസ് കൂടി ചെന്ന് ടിഷ്യൂ ഉണ്ടാവും. അതുപോലെ പല ടൈപ്പ് ടിഷ്യൂസൊക്കെ മേഡ് ചെയ്യുന്നതാണ് ഓർഗൻ ഉണ്ടാവും. അങ്ങനെ ഓർഗൻ സിസ്റ്റം ഉണ്ടാക്കും.
കുറേ ഓർഗൻ സിസ്റ്റം കൂടുന്നൊരു ഓർഗാനിസം. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഉണ്ടാവും? റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ടാവും, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടാവും, റിപ്രഡക്റ്റീവ് സിസ്റ്റം ഉണ്ടാവും. അങ്ങനെ കുറേ സിസ്റ്റംസ് നമ്മുടെ ബോഡിയിലുണ്ടാവും. അപ്പോൾ ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്നൊരു ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പം മെയിനായിട്ട് നമ്മൾ ഒരു ഓർഗാനിസത്തിൻ്റെ, അതും ഒരു മൾട്ടി സെല്ലർ ഓർഗാനിസത്തിൻ്റെ ലെവൽസ്, ഇപ്പം യൂണിസെല്ലർ ഓർഗാനിസം പറയുകയാണെങ്കിൽ അവർക്ക് ഒറ്റ സെല്ലേ ഉള്ളൂ. നമുക്ക് പിന്നെ അവരെ പല പല ലെവലായിട്ട് തിരിക്കാനുള്ളതൊന്നുമില്ല. പക്ഷെ നമ്മൾ മൾട്ടി സെൽ ഓർഗാനിസം നോക്കി കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് സെല്ലുണ്ടാവും, പിന്നെ സെൽസ് കൂടി ചേർന്ന് ടിഷ്യൂ ഉണ്ടാവും, പിന്നെ ഓർഗൻ ഉണ്ടാവും, ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാവും. അതെല്ലാം എന്തുണ്ടാവും? ഒരു ഓർഗാനിസമായിട്ട് മാറും. ഇതാണ് ഒരു മൾട്ടി സെല്ലർ ഓർഗാനിസത്തിൻ്റെ ഒരു ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പം എല്ലാ ലിവിങ് ഓർഗാനിസംസും അല്ലെങ്കിൽ ലിവിങ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റം വെച്ചിട്ടായിരിക്കും. ആറ്റം എല്ലാ സെല്ല് നമ്മൾ എടുക്കുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ സെൽ ഓർഗനൽസ് ഉണ്ടാവും. അപ്പോൾ ആ സെൽ ഓർഗനൽസ് ഉണ്ടാക്കിയിരിക്കണത് എന്ത് വെച്ചിട്ടായിരിക്കും? ആറ്റംസ് വെച്ചിട്ടായിരിക്കും സെൽ ഓർഗനൽസ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പം ആറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെല്ലിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റിനാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അപ്പം ഈ ആറ്റത്തിന് നമുക്ക് പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയണേ. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി വെച്ച് പറയണേ ആറ്റം എന്താണെന്ന് നോൺ ഡിവിസിബിൾ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ആറ്റാണ് ഏറ്റവും സിംപ്ലസ്റ്റ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ആറ്റത്തിൽ നിന്നാണ് എന്തുണ്ടായ ഓരോ മോളിക്യൂൾസ് ഉണ്ടാവണേ, പിന്നെ ആ മോളിക്യൂൾസിൽ നിന്നാണ് എന്തുണ്ടാവണേ, ഇപ്പോൾ പറയണ ഓരോ കാര്യങ്ങളും, കുറേ ആറ്റം ഒരു സെയിം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആറ്റംസ് കൂടി ചേർന്ന് ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് അതുവഴി ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നു. ആ മോളിക്യൂളാണ് പിന്നെ എന്തായിട്ട് മാറണേ? ഓർഗനലായിട്ട് മാറണേ. സെല്ലിൻ്റെ ഉള്ളിൽ കുറേ ഓർഗനൽസ് ഇല്ലേ? ഇപ്പോൾ ഒരു യൂക്കാരിയോട്ടിക് സെൽ എടുക്കുകയാണെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? ന്യൂക്ലിയസ് ഉണ്ടാവും, ഗോൾഗി ബോഡീസ് ഉണ്ടാവും, അതുപോലെ റൈബോസോംസ് ഉണ്ടാവും, മൈറ്റോകോൺട്രിയ ഉണ്ടാവും, ഇഷ്ടംപോലെ ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ ആറ്റംസ് എന്തുണ്ടാക്കും? മോളിക്യൂൾ ഉണ്ടാക്കും. മോളിക്യൂളിൻ്റെ എന്തായിട്ട് മാറും? ഓർഗനലായിട്ട് മാറും. അങ്ങനെ കുറേ ഓർഗനൽസ് കൂടി ചെന്നിട്ടാണ് പിന്നീട് എന്തുണ്ടാവണേ? ഒരു സെല്ല് ഉണ്ടാവണേ. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്ന ഒരു പാരമീഷ്യത്തിൻ്റെ ഫിഗറാണ്. പാരമീഷ്യത്തിൻ്റെ ബോഡിയിൽ എങ്ങനെയാണ്? ഒറ്റ സെല്ലുള്ളൂ. ആ സെല്ലാണ് അതിൻ്റെ ബോഡിയിൽ എല്ലാ ഫങ്ഷൻസും ചെയ്യണേ. പിന്നെ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യേണ്ട സെല്ലുകളെല്ലാം കൂടി ചേർന്ന ടിഷ്യൂ ഉണ്ടാവണം. സ്പെഷ്യൽ ഫങ്ഷൻസ് ചെയ്യണവർ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കണ്ടിന്യൂസ് ടിഷ്യൂ ഉണ്ട്, സ്കെൽറ്റൽ മസിൽസ്, എപ്പിത്തീലിയൽ ടിഷ്യൂ, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്, നെർവസ് ടിഷ്യൂസ്. ഇതെല്ലാം എന്താ? നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസിന് എക്സാമ്പിളാണ്. സാധാരണ ഒരു ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ ടിഷ്യൂ പറയുമ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ, മസിൽസ് ടിഷ്യൂ, മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല മസിൽസാണ്. അപ്പോൾ മസിൽസ് ഒരു ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, ബ്ലഡ് അതിന് എക്സാമ്പിളാണ്. പിന്നെ നെർവസ് ടിഷ്യൂസും ഉണ്ട്. അപ്പം ടിഷ്യൂസ് പിന്നെ കൂടി ചേർന്നിട്ടാണ് എന്താ? ഓർഗൻ ഉണ്ടാവണം. അതായത് ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഒരുമിച്ച് ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടിഷ്യൂസ് ഒരുമിച്ച് വരിക. അതായത് ഇപ്പോൾ ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹാർട്ടിൽ കുറേ ടിഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ആ കുറേ ടിഷ്യൂസ് എന്താ? ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്ന കുറേ ടിഷ്യൂസ് കൂടി ചേർന്നിട്ട് ഒരു ഓർഗൻ ഉണ്ടായി മാറുകയാണ് ചെയ്യണത്. ഇനി ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാലോ, ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ ഓർഗൻസ് കൂടി ചേർന്നിട്ടൊരു സിസ്റ്റം ഉണ്ടാവും. നമ്മളിപ്പോൾ റിപ്രഡക്റ്റീവ് സിസ്റ്റം എടുക്കുക, എന്തോരം ഓർഗൻസ് കൂടി ചേർന്ന് ഓവറി ഉണ്ടാവും, അതുപോലെ അതിനകത്ത് എന്തൊക്കെ വരും? യൂട്രസ് ഉണ്ടാവും, പിന്നെ ഫെലോപ്പിൻ ട്യൂബ് വരും, പിന്നെ സെർവിക്സ് വരും, വെജൈന വരും. ഇതൊക്കെ കൂടി ചേർന്നിട്ട് അപ്പോൾ കുറേ ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. പിന്നെ അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഓർഗാനിസം ഉണ്ടാവും. കുറേ ഓർഗാനിസം കൂടി ചേർന്ന് എന്തുണ്ടാവും? ഒരു പോപ്പുലേഷൻ ഉണ്ടാവും. പിന്നെ കുറേ പോപ്പുലേഷൻസ് കൂടി ചേർന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാവും. അങ്ങനെ കുറേ കമ്മ്യൂണിറ്റി കൂടി ചേർന്ന് ഒരു എക്കോസിസ്റ്റം ഉണ്ടാവും. എക്കോസിസ്റ്റം എന്താ? അതിനകത്ത് പല ഓർഗാനിസംസ് ഉണ്ടാവും, അവരൊരു സ്ഥലത്ത് ജീവിക്കുന്നതായിരിക്കും. പല എക്കോസിസ്റ്റത്തിൻ്റെ ഗ്രൂപ്പിനാണ് ബയോംസ് എന്ന് പറയുന്നത് നമ്മൾ. അപ്പം ബയോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് എക്കോസിസ്റ്റം, സിമിലർ ക്ലൈമറ്റ്, സിമിലർ ഡോമിനൻ്റ്, ഓരോ ക്ലൈമറ്റൊക്കെയുള്ള, അതുപോലെ ഒരേ പോലത്തെ ഡോമിനൻ്റ് കമ്മ്യൂണിറ്റീസും ഒക്കെയുള്ള ആ ഒരു ഗ്രൂപ്പിന് നമ്മൾ എന്ത് പറയും? ബയോംസ് എന്ന് പറയും. ഇപ്പോൾ എക്കോസിസ്റ്റം കഴിഞ്ഞാൽ പിന്നെ ബയോംസ്, അത് കുറച്ചും കൂടെ വലുതായി. അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ ഫോറസ്റ്റ്, ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡ്, മെഡിറ്ററേനിയൻ, ഡെസേർട്ട്, തുണ്ട്ര, ഇതൊക്കെ വരും. പിന്നെ ഇതെല്ലാം കൂടി ചേർന്ന് എന്ത് വരും? ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആ ഭാഗം കേട്ടോ. അതിനകത്ത് അറ്റ്മോസ്ഫിയറും എക്കോസ്ഫിയറും ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ഒക്കെ വരും. എക്കോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പച്ചപ്പ് നിറഞ്ഞ ഭാഗം. അറ്റ്മോസ്ഫിയർ നമ്മുടെ ആകാശം, അവിടെയുള്ള അറ്റ്മോസ്ഫിയറിൽ പല പല ലെയറുകളായിട്ട് പോകില്ലേ? സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് കുറേ ലെയേഴ്സ് ഉണ്ട്. അത് ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഷ്യൻസ്, സീ ഒക്കെ വരുന്ന ആ പോർഷനാണ് വാട്ടറുള്ള. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെയൊക്കെ പോർഷനില്ലേ? കല്ല്, സ്റ്റോൺസ് ഒക്കെ വരുന്ന പാറ, അതൊക്കെ വരും. അപ്പം ഇതാണ് ഒരു ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയണത്. അപ്പം ഇപ്പോൾ നമ്മൾ സെല്ലിനെ പറ്റി മാത്രം ജസ്റ്റാണ് പറഞ്ഞുള്ളൂ. ഇനി നമ്മൾ ഓരോ ഓർഗാനിസം മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട സെല്ലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സെല്ലാർ ഉണ്ട്, മൾട്ടി സെല്ലാർ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇങ്ങനെ ഈ ഒരു മൾട്ടി സെല്ലാർ ഓർഗാനിസം കാണിക്കുന്ന ഇത്രയും ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ കാണിക്കുമെന്ന് പറഞ്ഞു. ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം കൂടി ചേർന്ന് അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി ആവും, എക്കോസിസ്റ്റം, ബയോംസ് ആവും, ബയോസ്ഫിയർ ആവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു.
അത് ജസ്റ്റ് ഓർത്തിരിക്കുക. നമുക്ക് മെയിനായിട്ട് വരേണ്ടത് നമ്മളിനി ഡിഫറെൻറ്റ് കൈൻഡ്സ് അനിമൽ വേൾഡ് പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ സ്പോഞ്ച് തൊട്ടങ്ങ് വരും. അപ്പം നമ്മൾ ഓരോന്നും ഓരോ ഫൈലും നമ്മൾ പഠിക്കണം. ഏത് ഓർഗനൈസേഷനിൽ വന്നതാണ് എന്ന കാര്യം നമ്മൾ പഠിക്കണം. അതുപോലെ അവരുടെ സിമെട്രിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സെല്ലിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇനിയും ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ കുറച്ച് കാര്യങ്ങളൂടെ വരുന്നുണ്ട്. സെല്ലുലാർ ഉണ്ട്, ടിഷ്യൂ ഉണ്ട്, സിമെട്രി ഉണ്ട്, സീലോ ഉണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പറ്റി പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അനിമൽസിൻ്റെ ഗ്രൂപ്പിലേക്ക് കിടക്കുകയാണ് ചെയ്യണത്. അത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യണം. ഓരോ ഫൈലും അതിനകത്ത് വരുന്ന ഓരോ ലാർവൽ സ്റ്റേജസും ആ ഫൈലും കാണിക്കുന്ന ക്യാരക്ടേഴ്സും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ എങ്ങനെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് ഇടുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പം ഓക്കെ, ബൈ.